ഓം ശാന്തി. 7/12/20 ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ വളരെ സമയത്തിനു ശേഷം വീണ്ടും ബാബയുമായി കണ്ടുമുട്ടിയിരിക്കുന്നു. അതിനാൽ നിങ്ങൾ വളരെ വളരെ സിഖിലതയാണ്. ചോദ്യം: തൻ്റെ സ്ഥിതിയെ ഏകരസമാക്കാനുള്ള ഉപാധി എന്താണ്? ഉത്തരം: സദാ ഓർമ്മ വയ്ക്കൂ, ഏതൊരു സെക്കൻഡ് കടന്നുപോയോ അത് ഡ്രാമ. കഴിഞ്ഞ കൽപ്പത്തിലും ഇങ്ങനെ തന്നെ നടന്നിരുന്നു. ഇപ്പോഴാണെങ്കിൽ നിന്ദ, സ്തുതി, മാനം, അപമാനം എല്ലാം മുന്നിൽ വരേണ്ടതുണ്ട്. അതിനാൽ തൻ്റെ സ്ഥിതിയെ ഏകരസമാക്കുന്നതിനായി പാസ്റ്റിൻ്റെ ചിന്ത നടത്താതിരിക്കണം. ഓം ശാന്തി. ആത്മീയ കുട്ടികൾക്ക് ആത്മീയ പിതാവ് മനസ്സിലാക്കിച്ചു തരുന്നു. ആത്മീയ പിതാവിൻ്റെ നാമം എന്താണ്? ശിവ് ബാബ. ആ ഒന്ന് സർവ ആത്മാക്കളുടെയും പിതാവാണ്. സർവ ആത്മീയ കുട്ടികളുടെയും നാമം എന്താണ്? ആത്മാവ്. ശരീരത്തിനാണ് നാമം ഉണ്ടായിരിക്കുന്നത്. ആത്മാവിൻ്റെ നാമം അത് തന്നെയാണ്. ഇതും കുട്ടികൾ അറിയുന്നു. സത്സംഗങ്ങൾ അനേകമുണ്ട്. ഇതാണ് സത്യമായ സത്യത്തിൻ്റെ സംഘം. അതിൽ സത്യമായ ബാബ രാജയോഗം പഠിപ്പിച്ച് നമ്മെ സത്യയുഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇങ്ങനെ മറ്റേതെങ്കിലും സത്സംഗമോ പാഠശാലയോ ഉണ്ടാവുക സാധ്യമല്ല. ഇതും കുട്ടികളായ നിങ്ങൾക്കറിയാം. മുഴുവൻ സൃഷ്ടിചക്രവും കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. കുട്ടികളായ നിങ്ങളാണ് സ്വദർശന ചക്രധാരി. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, ഈ സൃഷ്ടിചക്രം എങ്ങനെ തിരിയുന്നു. ആരെയെങ്കിലും മനസ്സിലാക്കിക്കുമ്പോൾ ചക്രത്തിൻ്റെ മുന്നിൽ നിൽക്കൂ. ഇപ്പോൾ നിങ്ങൾ ഈ ഭാഗത്തേക്ക് പോകും. ബാബ ജീവാത്മാക്കളോട് പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ഇത് പുതിയ കാര്യമല്ല. കൽപ്പകൽപ്പങ്ങളിൽ കേൾക്കുന്നു, ഇപ്പോൾ വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നു എന്നറിയുന്നുണ്ട്. നിങ്ങളുടെ ബുദ്ധിയിൽ ഏതെങ്കിലും ദേഹധാരിയായ പിതാവോ ടീച്ചറോ ഗുരുവോ അല്ല. നിങ്ങൾക്കറിയാം, വിദേഹിയായ ശിവ് ബാബയാണ് നമ്മുടെ ടീച്ചറും ഗുരുവും. മറ്റൊരു സത്സംഗത്തിലും ഇങ്ങനെയുള്ള കാര്യം പറയുന്നുണ്ടാകില്ല. മധുബനാകട്ടെ ഇത് ഒന്നേയുള്ളൂ. അവർ പിന്നെ ഒരു മധുബൻ വൃന്ദാവനത്തിൽ കാണിക്കുന്നു. അത് ഭക്തി മാർഗത്തിൽ മനുഷ്യർ ഇരുന്ന് ഉണ്ടാക്കിയതാണ്. പ്രാക്ടിക്കലിൽ മധുബനാകട്ടെ ഇതാണ്. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, നമ്മൾ സത്യയുഗം ത്രേത മുതൽ പുനർജന്മം എടുത്തെടുത്ത് ഇപ്പോൾ സംഗമത്തിൽ വന്ന് നിൽക്കുന്നു. പുരുഷോത്തമർ ആകുന്നതിനായി നമുക്ക് ബാബ വന്ന് സ്മൃതി വരുത്തി. 84 ജന്മങ്ങൾ ആര് എങ്ങനെ എടുക്കുന്നു അതും നിങ്ങൾക്കറിയാം. മനുഷ്യരാണെങ്കിൽ കേവലം പറയുന്നു, ഒന്നും മനസ്സിലാക്കുന്നില്ല. ബാബ നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. സത്യയുഗത്തിൽ സതോപ്രധാന ആത്മാക്കളുണ്ടായിരുന്നു. ശരീരവും സതോപ്രധാനമായിരുന്നു. ഈ സമയത്ത് സത്യയുഗമല്ല, ഇത് കലിയുഗമാണ്. ഗോൾഡൻ ഏജിൽ നമ്മൾ ഉണ്ടായിരുന്നു. പിന്നെ ചക്രം കറങ്ങി പുനർജന്മം എടുത്തെടുത്ത് നമ്മൾ അയൺ ഏജിൽ വന്നിരിക്കുന്നു. വീണ്ടും ചക്രം തീർച്ചയായും കറങ്ങേണ്ടതുണ്ട്. ഇപ്പോൾ തൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. നിങ്ങൾ സിഖിലതെ കുട്ടികളാണല്ലോ. ആരാണോ നഷ്ടപ്പെടുകയും പിന്നെ വളരെ സമയത്തിനു ശേഷം ലഭിക്കുകയും ചെയ്യുന്നത്, അവരെയാണ് സിഖിലതെ എന്ന് പറയുന്നത്. നിങ്ങൾ 5000 വർഷത്തിനു ശേഷം വന്ന് കണ്ടുമുട്ടിയിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾ തന്നെ അറിയുന്നുണ്ട്, ഇത് അതേ ബാബയാണ്.
ആ ഒന്ന് 5000 വർഷങ്ങൾക്ക് മുമ്പ് ഈ സൃഷ്ടിചക്രത്തിന്റെ ജ്ഞാനം നമുക്ക് നൽകിയിരുന്നു. സ്വദർശന ചക്രധാരിയാക്കി മാറ്റിയിരുന്നു. ഇപ്പോൾ വീണ്ടും ബാബ വന്ന് കണ്ടുമുട്ടിയിരിക്കുന്നു. ജന്മസിദ്ധ അധികാരം നൽകുന്നതിനായി. ഇവിടെ ബാബ റിയലൈസ് ചെയ്യിക്കുന്നു. ഇതിൽ ആത്മാവിന്റെ 84 ജന്മങ്ങളുടെയും റിയലൈസേഷൻ വരുന്നു. ഇതെല്ലാം ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഏതുപോലെ 5000 വർഷങ്ങൾക്ക് മുമ്പും മനസ്സിലാക്കിച്ചു തന്നിരുന്നു, അതുപോലെ മനുഷ്യരെ ദേവത അഥവാ ദരിദ്രനെ കിരീടധാരിയാക്കുന്നതിനു വേണ്ടി. നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ 84 പുനർജന്മം എടുത്തു. ആര് എടുത്തിട്ടില്ലയോ അവർ ഇവിടെ പഠിക്കുന്നതിന് വേണ്ടി വരിക പോലുമില്ല. കുറച്ചു പേരായിരിക്കും മനസ്സിലാക്കുക, നമ്പർ വാർ ആയിരിക്കുന്നുവല്ലോ. അവരവരുടെ വീട്ടിൽ ഗൃഹസ്ഥത്തിൽ ഇരിക്കണം. എല്ലാവരും ഇവിടെ വന്നിരിക്കുകയില്ല. ആർക്ക് വളരെ നല്ല പദവി നേടേണ്ടതായിട്ടുണ്ടോ അവർ റിഫ്രഷ് ആകുന്നതിന് വേണ്ടി വരും. കുറഞ്ഞ പദവിയുള്ളവർ കൂടുതൽ പുരുഷാർത്ഥവും ചെയ്യില്ല. ഈ ജ്ഞാനം ഇങ്ങനെയുള്ളതാണ്. ഇതിൽ അല്പമെങ്കിലും പുരുഷാർത്ഥം ചെയ്തു എങ്കിൽ അത് വ്യർത്ഥമായി പോവുകയില്ല. ശിക്ഷകൾ അനുഭവിച്ച ശേഷം വരും. പുരുഷാർത്ഥം നന്നായി ചെയ്യുന്നു എങ്കിൽ ശിക്ഷയും കുറവായിരിക്കും. ഓർമ്മയുടെ യാത്രയിലൂടെ അല്ലാതെ വികർമ്മം വിനാശമാവുകയില്ല. ഇത് ഓരോ നിമിഷവും സ്വയം തനിക്ക് ഓർമ്മ വരുത്തൂ. ഏതൊരു മനുഷ്യനെ കണ്ടുമുട്ടിയാലും ആദ്യം അവർക്ക് ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കണം. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ഈ നാമമാകട്ടെ പിന്നീട് ശരീരത്തിന് ലഭിച്ചതാണ്. ആരെയെങ്കിലും വിളിക്കുന്നത് ശരീരത്തിന്റെ നാമം ഉപയോഗിച്ചായിരിക്കും. ഈ സംഗമത്തിൽ തന്നെയാണ് പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത കുട്ടികളെ വിളിക്കുന്നത്. നിങ്ങൾ പറയും, ആത്മീയ പിതാവ് വന്നിരിക്കുന്നു. ബാബ പറയും, ആത്മീയ കുട്ടികളെ എന്ന്. ആദ്യം ആത്മാവ്, പിന്നെ കുട്ടികളുടെ പേര് പറയുന്നു. ആത്മീയ പിതാവ് എന്താണ് മനസ്സിലാക്കി തരുന്നത് എന്ന് ആത്മീയ കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ബുദ്ധി അറിയുന്നുണ്ട്. ശിവ് ബാബ ഈ ഭാഗീരഥനിൽ വിരാജിക്കുന്നു. നമ്മെ ആ ഒന്ന് സഹജ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ വന്ന് രാജയോഗം പഠിപ്പിക്കുന്ന മറ്റൊരു മനുഷ്യരാശിയുമില്ല. ആ ബാബ വരുന്നത് തന്നെ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. മറ്റൊരു മനുഷ്യനും ഇങ്ങനെ ഒരിക്കലും പറയുവാൻ സാധിക്കില്ല, മനസ്സിലാക്കിക്കുവാനും സാധിക്കില്ല. ഇതും കുട്ടികളായ നിങ്ങൾക്കറിയാം. ഈ ശിക്ഷണം ഈ പിതാവിൻ്റെതല്ല, അതായത് ബ്രഹ്മാവിൻ്റെതല്ല. ഇദ്ദേഹത്തിന് കലിയുഗം സമാപ്തമായി സത്യയുഗം വരാൻ പോകുന്നു എന്ന് അറിയില്ലായിരുന്നു. ഇദ്ദേഹത്തിന് ഇപ്പോൾ ദേഹധാരിയായ ഒരു ഗുരുവുമില്ല. മറ്റെല്ലാ മനുഷ്യരും പറയും, ഇന്ന ആൾ നമ്മുടെ ഗുരുവാണ്, ഇന്ന ജ്യോതി ജ്യോതിയിൽ ലയിച്ചു എന്ന്. സർവർക്കും ദേഹധാരിയായ ഗുരുവാണ്. ധർമ്മസ്ഥാപകനും ദേഹധാരിയാണ്. ഈ ധർമ്മം ആരാണ് സ്ഥാപിച്ചത്? പരംപിത പരമാത്മ ത്രിമൂർത്തി ശിവ് ബാബ ബ്രഹ്മാവിലൂടെ സ്ഥാപിച്ചു. ഇദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ നാമം ബ്രഹ്മാവ് എന്നാണ്. ക്രിസ്ത്യാനികൾ പറയും ക്രൈസ്റ്റ് ആണ് ഈ ധർമ്മം സ്ഥാപിച്ചത് എന്ന്. അതാകട്ടെ ദേഹധാരിയാണ്, ചിത്രവുമുണ്ട്. ഈ ധർമ്മത്തിന്റെ സ്ഥാപകന്റെ ചിത്രം എന്ത് കാണിക്കും? ശിവനെ തന്നെ കാണിക്കും. ശിവന്റെ ചിത്രവും ചിലത് വലുതും ചിലത് ചെറുതും ഉണ്ടാക്കുന്നു. വാസ്തവത്തിൽ അത് ബിന്ദുവാണ്. നാമവും രൂപവുമുണ്ട്, എന്നാൽ അവ്യക്തമാണ്. ഈ കണ്ണുകൾ കൊണ്ടുപോലും കാണുവാൻ സാധിക്കില്ല. ശിവ് ബാബ കുട്ടികളായ നിങ്ങൾക്ക് രാജ്യഭാഗ്യം നൽകിയ ശേഷം പോയി. അതിനാലാണല്ലോ ഓർമ്മിക്കുന്നത്. ശിവ് ബാബ പറയുന്നു, മന്മനാഭവ, ഒരു പിതാവായ എന്നെ ഓർമ്മിക്കൂ. ആരെയും സ്തുതിക്കേണ്ടതില്ല. ആത്മാവിന്റെ ബുദ്ധിയിൽ ഒരു ദേഹവും ഓർമ്മ വരരുത്. ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്.
നമ്മളെ ശിവ് ബാബ പഠിപ്പിക്കുന്നു. മുഴുവൻ ദിവസവും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കൂ. ശിവഭഗവാൻ വാച. ആദ്യം അൽഫിനെ തന്നെ മനസ്സിലാക്കേണ്ടി വരും. അതായത് ബാബയെ തന്നെ മനസ്സിലാക്കേണ്ടി വരും. ഇത് ഉറപ്പിച്ചില്ലെങ്കിൽ അതായത് പ്രാപ്തിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്താലും ഒന്നും ബുദ്ധിയിലിരിക്കില്ല. ചിലർ പറയുന്നു ഈ കാര്യം ശരിയാണ്, ചിലർ പറയുന്നു ഇത് മനസ്സിലാക്കുന്നതിന് സമയം വേണം, ചിലർ പറയുന്നു ചിന്തിക്കാം എന്ന്. പല പ്രകാരത്തിലുള്ളവർ വരുന്നു. ഇത് പുതിയ കാര്യമാണ്. പരംപിത പരമാത്മാ ശിവൻ ആത്മാക്കളെ ഇരുന്ന് പഠിപ്പിക്കുന്നു. മനുഷ്യർക്ക് ഇത് മനസ്സിലാകുവാനായി എന്തു ചെയ്യട്ടെ എന്ന് വിചാരം നടക്കുന്നു. ശിവൻ തന്നെയാണ് ജ്ഞാനത്തിൻ്റെ സാഗരം. ആത്മാവിന് ജ്ഞാനത്തിൻ്റെ സാഗരം എന്ന് എങ്ങനെ പറയുന്നു? ആ ഒന്നിന് ശരീരമേ ഇല്ല, ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. അപ്പോൾ തീർച്ചയായും എപ്പോഴെങ്കിലും ജ്ഞാനം കേൾപ്പിച്ചിട്ടുണ്ട്. അതിനാലാണ് ആ ഒന്നിനെ ജ്ഞാനസാഗരം എന്ന് പറയുന്നത്. ഇങ്ങനെ തന്നെ എന്തുകൊണ്ട് പറയും? ചിലർ വളരെയധികം പഠിക്കുകയാണ് എങ്കിൽ പറയും ഇവർ വളരെയധികം വേദശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതിനാൽ ശാസ്ത്രി അഥവാ വിദ്വാൻ എന്ന് പറയുന്നു. ബാബയെ ജ്ഞാനത്തിൻ്റെ സാഗരമെന്നും അതോറിറ്റി എന്നും പറയുന്നു. തീർച്ചയായും ഇവിടെ ഉണ്ടായിരിക്കുകയും മടങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം ചോദിക്കണം, ഇപ്പോൾ കലിയുഗമാണോ അതോ സത്യയുഗമാണോ? പുതിയ ലോകമാണോ അതോ പഴയ ലോകമാണോ? എയിം ഒബ്ജക്റ്റ് നിങ്ങളുടെ മുന്നിലുണ്ട്. ഈ ലക്ഷ്മി നാരായണന്മാർ അഥവാ ഉണ്ടായിരുന്നുവെങ്കിൽ അവരുടെ രാജ്യം ഉണ്ടായിരിക്കുമായിരുന്നു. ഈ പഴയ ലോകവും ദാരിദ്ര്യവും ഉണ്ടായിരിക്കുമായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ കേവലം ഇവരുടെ ചിത്രമാണുള്ളത്. ക്ഷേത്രത്തിൽ മോഡൽസ് കാണിക്കുന്നു. അല്ലായിരുന്നുവെങ്കിൽ അവരുടെ കൊട്ടാരവും പൂന്തോട്ടവും മറ്റുമെല്ലാം എത്ര വലുതായിരിക്കും. കേവലം ക്ഷേത്രത്തിലായിരിക്കുകയില്ലല്ലോ വസിച്ചിട്ടുണ്ടാവുക. പ്രസിഡന്റിന്റെ കെട്ടിടം എത്ര വലുതാണ്. ദേവി ദേവന്മാരാകട്ടെ വലിയ വലിയ കൊട്ടാരങ്ങളിൽ ആയിരിക്കും കഴിഞ്ഞിട്ടുണ്ടാവുക. വളരെയധികം സ്ഥലമുണ്ടായിരിക്കും. അവിടെ ഭയത്തിൻ്റെയോ മറ്റോ കാര്യമേ ഉണ്ടായിരിക്കുന്നില്ല. സദാ പൂന്തോട്ടമായിരിക്കും. മുള്ളുകൾ ഉണ്ടായിരിക്കുന്നില്ല. അത് പൂന്തോട്ടം തന്നെയാണ്. അവിടെയാണെങ്കിൽ വിറകുകളോ മറ്റോ കത്തിക്കുന്നുണ്ടാകില്ല. വിറകുകളിൽ പുകയുണ്ടാകുന്നു. അപ്പോൾ ദുഃഖം ഫീൽ ചെയ്യുന്നു. അവിടെ നമ്മൾ വളരെ ചെറിയൊരു കഷ്ണത്തിലായിരിക്കും വസിക്കുന്നത്. അതായത് ചെറിയൊരു സ്ഥാനത്തായിരിക്കും വസിക്കുന്നത്. പിന്നീടാണ് അഭിവൃദ്ധി ഉണ്ടായി വരുന്നത്. വളരെ നല്ല നല്ല പൂന്തോട്ടങ്ങൾ ഉണ്ടായിരിക്കും. സുഗന്ധം വന്നുകൊണ്ടിരിക്കും. കാട് ഉണ്ടായിരിക്കുകയില്ല. ഇപ്പോൾ ഫീലിംഗ് വരുന്നു, കാണുന്നൊന്നുമില്ല. നിങ്ങൾ ധ്യാനത്തിൽ വലിയ വലിയ കൊട്ടാരങ്ങളും മറ്റും കണ്ടിട്ട് വരുന്നു. അത് ഇവിടെ ഉണ്ടാക്കുവാൻ സാധിക്കില്ല. സാക്ഷാത്കാരം ഉണ്ടായി, പിന്നെ മറഞ്ഞുപോയി. സാക്ഷാത്കാരം കണ്ടിട്ടുണ്ടല്ലോ. രാജാക്കന്മാരും പ്രിൻസസും ഉണ്ടാകും. വളരെ രമണീകമായ സ്വർഗമായിരിക്കും. ഇവിടെ മൈസൂരും മറ്റും രമണീകമാണ്. അതുപോലെ അവിടെ വളരെ നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കും. വെള്ളത്തിൻ്റെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആത്മാവ് മനസ്സിലാക്കുന്നു നമ്മൾ നല്ല നല്ല വസ്തുക്കൾ ഉണ്ടാക്കട്ടെ എന്ന്. ആത്മാവിന് സ്വർഗം ഓർമ്മ വരുന്നുവല്ലോ. എന്തെല്ലാമായിരിക്കും ഉണ്ടാവുക, എവിടെയായിരിക്കും നമ്മൾ കഴിയുക എന്ന് കുട്ടികൾക്ക് റിയലൈസേഷൻ ഉണ്ടാകുന്നു. ഈ സമയം ഈ സ്മൃതി ഉണ്ടായിരിക്കുന്നു. ചിത്രങ്ങൾ നോക്കൂ, നിങ്ങൾ എത്ര ഭാഗ്യശാലികളാണ്. അവിടെ ദുഃഖത്തിൻ്റെ ഒരു കാര്യവും ഉണ്ടാകില്ല. നമ്മൾ സ്വർഗത്തിലായിരുന്നു, പിന്നെ താഴെ ഇറങ്ങി. ഇപ്പോൾ വീണ്ടും സ്വർഗത്തിലേക്ക് പോകണം. എങ്ങനെ പോകും? കയറിൽ തൂങ്ങിപ്പോകുമോ? നമ്മൾ ആത്മാക്കൾ
ശാന്തിധാമത്തിൽ വസിക്കുന്നവരാണ്. ബാബ സ്മൃതി വരുത്തി, ഇപ്പോൾ നിങ്ങൾ വീണ്ടും ദേവതയായിക്കൊണ്ടിരിക്കുന്നു, മറ്റുള്ളവരെയും ആക്കിക്കൊണ്ടിരിക്കുന്നു. എത്ര പേരാണ് വീട്ടിലിരിക്കവേ സാക്ഷാത്കാരം കാണുന്നത്? ബന്ധനത്തിലുള്ളവർ ഒരിക്കലും കണ്ടിട്ടേയില്ല. ഇങ്ങനെയുള്ള ഉത്സാഹമാണ് ആത്മാവിന് വരുന്നത്. തൻ്റെ വീടിൻ്റെ സമീപം വരുമ്പോൾ ആത്മാവിന് സന്തോഷമുണ്ടാകുന്നു. മനസ്സിലാക്കുന്നു, ബാബ നമുക്ക് ജ്ഞാനം നൽകി അലങ്കരിക്കുവാൻ വന്നിരിക്കുന്നു. ഒടുവിൽ ഒരു ദിവസം പത്രങ്ങളിലും വരും. ഇപ്പോഴാണെങ്കിൽ സ്തുതി, നിന്ദ, മാനം, അപമാനം എല്ലാം മുന്നിൽ വരുന്നു. കഴിഞ്ഞ കൽപ്പത്തിലും ഇങ്ങനെ സംഭവിച്ചിരുന്നു എന്നറിയുന്നുണ്ട്. ഏതൊരു സെക്കൻഡ് കടന്നുപോയോ അതിൻ്റെ ചിന്തനം നടത്തേണ്ടതില്ല. പത്രങ്ങളിൽ കഴിഞ്ഞ കൽപ്പത്തിലും ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പുരുഷാർത്ഥം ചെയ്യുന്നു. കോലാഹലങ്ങൾ ഏതെല്ലാം ഉണ്ടായിരുന്നോ അത് സംഭവിച്ചു. പേരുണ്ടായല്ലോ. പിന്നെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നു. ചിലർ പഠിക്കുന്നു, ചിലർ പഠിക്കുന്നില്ല. ഒഴിവു സമയം ലഭിക്കുന്നില്ല. മറ്റു കാര്യങ്ങളിൽ മുഴുകി പോകുന്നു. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, ഇത് പരിധിയില്ലാത്ത വലിയ ഡ്രാമയാണ്. ഓരോ നിമിഷവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡിൽ എന്ത് കഴിഞ്ഞു പോയോ വീണ്ടും 5000 വർഷത്തിനു ശേഷം റിപ്പീറ്റ് ആകും. എന്ത് കഴിഞ്ഞു പോയോ സെക്കൻഡിനു ശേഷം ചിന്തയിൽ വരുന്നു. ഈ തെറ്റുണ്ടായി. ഡ്രാമയിൽ നിശ്ചയിക്കപ്പെട്ടു. കഴിഞ്ഞ കൽപ്പത്തിലും ഇങ്ങനെ തന്നെ തെറ്റുണ്ടായിരുന്നു. പാസ്റ്റായി കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും ഭാവിയിൽ ചെയ്യുകയില്ല. പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, അടിക്കടിയുള്ള ഈ തെറ്റ് നല്ലതല്ല, ഈ കർമ്മം നല്ലതല്ല. മനസ്സ് വേദനിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളിൽ നിന്നും ഈ മോശമായ കാര്യമുണ്ടായി എന്ന്. ബാബ അറിവ് നൽകുന്നു, ഇങ്ങനെ ചെയ്യരുത്, ആർക്കെങ്കിലും ദുഃഖമുണ്ടാകും. വിലക്കുന്നു. ബാബ പറഞ്ഞു തരുന്നു, ഈ കാര്യം ചെയ്യുവാൻ പാടില്ല. ചോദിക്കാതെ ഒരു വസ്തു എടുത്തുവെങ്കിൽ അതിനെ മോഷണം എന്ന് പറയും. ഇങ്ങനെയുള്ള കാര്യം ചെയ്യരുത്. കയ്പുള്ള വാക്കുകൾ പറയാതിരിക്കൂ. ഇക്കാലത്ത് ലോകം നോക്കൂ എങ്ങനെയുള്ളതാണ്. ആരെങ്കിലും ജോലിക്കാരോട് ദേഷ്യപ്പെട്ടുവെങ്കിൽ അവരും ശത്രുത കാണിക്കാൻ തുടങ്ങും. അവിടെയാണെങ്കിൽ സിംഹവും ആടും പരസ്പരം ഷീർഖണ്ഡ് ആയിരിക്കുന്നു. അതായത് പാലും കൽക്കണ്ടവും പോലെ കഴിയുന്നു. ഉപ്പുവെള്ളവും ഷീർഖണ്ഡും. സത്യയുഗത്തിൽ എല്ലാ മനുഷ്യ ആത്മാക്കളും പരസ്പരം ഷീർഖണ്ഡ് ആയിരിക്കുന്നു. ഈ രാവണന്റെ ലോകത്തിൽ എല്ലാ മനുഷ്യരും ഉപ്പുവെള്ളമാണ്. അച്ഛനും കുട്ടികളും ഉപ്പുവെള്ളമാണ്. കാമം മഹാശത്രുവാണല്ലോ. കാമകഠാര ഉപയോഗിച്ച് പരസ്പരം ദുഃഖം നൽകുന്നു. ഈ മുഴുവൻ ലോകവും ഉപ്പുവെള്ളമാണ്. സത്യയുഗി ലോകം ഷീർഖണ്ഡാണ്. ഈ കാര്യങ്ങൾ ലോകം എന്തറിയാൻ? മനുഷ്യരാണെങ്കിൽ സ്വർഗത്തെ 1,00,000 വർഷങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഒരു കാര്യവും ബുദ്ധിയിൽ വരിക സാധ്യമല്ല. ആരാണോ ദേവതകളായിരുന്നത് അവർക്ക് തന്നെയാണ് സ്മൃതിയിൽ വരുന്നത്. നിങ്ങൾക്കറിയാം, ഈ ദേവതമാർ സത്യയുഗത്തിലായിരുന്നു. ആരാണോ 84 ജന്മങ്ങൾ എടുത്തത് അവർ തന്നെ വീണ്ടും വന്ന് പഠിക്കും, മുള്ളിൽ നിന്നും പുഷ്പമാകും. ഇത് ബാബയുടെ ഒരേ ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇതിൻ്റെ ബ്രാഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നു. ഈശ്വരൻ എപ്പോൾ വരുന്നോ അപ്പോൾ ആ ഒന്നിൻ്റെ സേവകരാകും. അവരിലൂടെ ഈശ്വരൻ സ്വയം രാജധാനി സ്ഥാപിക്കും. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ഈശ്വരന്റെ സേവകരാണ്. അവർ ഭൗതികമായ സേവനം ചെയ്യുന്നു. ഇത് ആത്മീയമാണ്. ബാബ ആത്മാക്കളായ നമ്മെ ആത്മീയ സർവീസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ആത്മാവ് തന്നെ തമോ പ്രധാനമായിരിക്കുന്നു. വീണ്ടും ബാബ സതോ പ്രധാനമാക്കിക്കൊണ്ടിരിക്കുന്നു.
ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. ഇത് യോഗാഗ്നിയാണ്. ഭാരതത്തിന്റെ പ്രാചീന യോഗം എന്ന് പാടപ്പെട്ടിട്ടുണ്ടല്ലോ. ആർട്ടിഫിഷ്യൽ യോഗമാണെങ്കിൽ വളരെയധികം ആയിക്കഴിഞ്ഞു. അതിനാൽ ബാബ പറയുന്നു, ഓർമ്മയുടെ യാത്ര എന്ന് പറയുന്നതാണ് ശരി. ശിവ് ബാബയെ ഓർമ്മിച്ച് നിങ്ങൾ ശിവപുരിയിലേക്ക് പോകും. അതാണ് ശിവപുരി. അത് വിഷ്ണുപുരി, ഇത് രാവണപുരി. വിഷ്ണുപുരിക്ക് പിന്നാലെയാണ് രാമപുരി. സൂര്യവംശിക്ക് ശേഷം ചന്ദ്രവംശി. ഇതാകട്ടെ കോമൺ കാര്യമാണ്. പകുതി കൽപ്പം സത്യയുഗവും ത്രേതായും, പകുതി കൽപ്പം ദ്വാപരവും കലിയുഗവും. ഇപ്പോൾ നിങ്ങൾ സംഗമത്തിലാണ്. ഇത് കേവലം നിങ്ങളാണ് അറിയുന്നത്. ആര് നല്ല രീതിയിൽ ധാരണ ചെയ്യുന്നോ അവർ മറ്റുള്ളവർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കും. നമ്മൾ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. ഇത് ആരുടെയെങ്കിലും ബുദ്ധിയിൽ ഓർമ്മയുണ്ടായിരിക്കുകയാണെങ്കിലും മുഴുവൻ ഡ്രാമയും ബുദ്ധിയിൽ വരുമായിരുന്നു. എന്നാൽ കലിയുഗി ദേഹത്തിന്റെ സംബന്ധികളും മറ്റും ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, നിങ്ങൾക്ക് ഓർമ്മിക്കേണ്ടത് ഒരു ബാബയെയാണ്, സർവരുടെയും സദ്ഗതി ദാതാവ്. രാജയോഗം പഠിപ്പിക്കുന്നയാൾ ഒരേ ഒരാളാണ്. അതിനാൽ ബാബ മനസ്സിലാക്കിച്ചു തന്നു, ശിവബാബയുടെ തന്നെയാണ് ജയന്തി. അത് മുഴുവൻ ലോകത്തെയും പരിവർത്തനപ്പെടുത്തുന്നു. ബ്രാഹ്മണരായ നിങ്ങൾ മാത്രമാണ് അറിയുന്നത്, ഇപ്പോൾ നമ്മൾ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. ആരാണോ ബ്രാഹ്മണർ അവർക്ക് തന്നെയാണ് രചയിതാവിൻ്റെയും രചനയുടെയും ജ്ഞാനം ബുദ്ധിയിലുള്ളത്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ആർക്കെങ്കിലും ദുഃഖമുണ്ടാകുന്ന വിധത്തിലുള്ള ഒരു കർമ്മവും ചെയ്യരുത്. കയ്പ് നിറഞ്ഞ വാക്കുകൾ സംസാരിക്കരുത്. വളരെ വളരെ ഷീർഖണ്ഡായി ഇരിക്കണം. ഏതെങ്കിലും ദേഹധാരിയുടെ സ്തുതി ചെയ്യേണ്ടതില്ല. ബുദ്ധിയിലുണ്ടായിരിക്കണം, നമ്മളെ ശിവ് ബാബയാണ് പഠിപ്പിക്കുന്നത്. ആ ഒന്നിൻ്റെ മാത്രം മഹിമ ചെയ്യണം. ആത്മീയ സേവകരാകണം. വരദാനം: സർവരുടെയും ഗുണങ്ങൾ കണ്ടുകൊണ്ടും സ്വയം തന്നിൽ ബാബയുടെ ഗുണങ്ങളെ ധാരണ ചെയ്യുന്ന ഗുണമൂർത്തിയായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ ഏത് കുട്ടികളാണോ ഗുണങ്ങളുടെ മാല ധാരണ ചെയ്യുന്നത് അവർ തന്നെയാണ് വിജയമാലയിൽ വരുന്നത്. അതിനാൽ ഹോളി ഹംസമായി സർവരുടെയും ഗുണങ്ങളെ നോക്കൂ. ഒരു ബാബയുടെ ഗുണങ്ങളെ സ്വയം തന്നിൽ ധാരണ ചെയ്യൂ. ഈ ഗുണങ്ങളുടെ മാല സർവരുടെയും കഴുത്തിൽ കിടക്കുന്നുണ്ടാകണം. ആര് എത്രത്തോളം ബാബയുടെ ഗുണങ്ങൾ സ്വയം തന്നിൽ ധാരണ ചെയ്യുന്നു അവരുടെ കഴുത്തിൽ അത്രയും വലിയ മാല കിടക്കുന്നു. ഗുണമാലയെ സ്മരിക്കുന്നതിലൂടെ സ്വയവും ഗുണമൂർത്തിയായി മാറുന്നു. ഇതിൻ്റെ സ്മാരകമായി ദേവതമാരുടെയും ശക്തികളുടെയും കഴുത്തിൽ മാല കാണിക്കുന്നു. സ്ലോഗൻ: സാക്ഷി അവസ്ഥയുടെ സ്ഥിതി തന്നെയാണ് യഥാർത്ഥ നിർണയത്തിൻ്റെ സിംഹാസനം. ഓം ശാന്തി. മസ്തക മധ്യത്തിൽ തിളങ്ങുന്ന ബിന്ദുരൂപ ആത്മാവായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. എൺപത്തിനാല് ജന്മങ്ങളുടെ സംസ്കാരങ്ങൾ അടങ്ങിയിരിക്കുന്ന ഏതൊരു ചക്രമാണോ
കഴിഞ്ഞുപോയത്. ആ സർവ വിസ്താരങ്ങൾക്കും ഞാൻ ബിന്ദുവിടുന്നു. അയ്യായിരം വർഷത്തിൻ്റെ ഡ്രാമയുടെ സമാപ്തി വേളയിൽ ബിന്ദുരൂപനായ ബാബയോടൊപ്പം ശബ്ദത്തിനുപരി ലോകമായ നിർവാണ ധാമത്തിലേക്ക് പോകേണ്ടതുണ്ട്. ബിന്ദുരൂപനായ ശിവബാബയുടെ ഏകമാത്ര ഓർമ്മയിൽ ഒരു സെക്കൻഡിൽ നിർവാണധാമത്തിൽ സൈലൻസിൻ്റെ ശക്തിയിലൂടെ ഞാൻ എത്തിച്ചേരുന്നു. സർവ ഗുണങ്ങളുടെയും സർവ ശക്തികളുടെയും സർവ ഖജനാവുകളുടെയും സാഗരമായ ബിന്ദുരൂപനായ ബാബയുടെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. അനാദിയും അവിനാശിയുമായ ബിന്ദുരൂപ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് സർവശക്തിമാനായ ശിവബാബയിൽ ഞാൻ യോഗയുക്തമാകുന്നു. ബിന്ദുരൂപനായ ശിവബാബയുടെ അനന്യ ഓർമ്മയിൽ അചഞ്ചലമായ സ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ബിന്ദുരൂപമായ ശിവസാഗരത്തിൽ നിന്നും സർവ ഗുണങ്ങളും സർവ ശക്തികളും സർവ ഖജനാവുകളും സാരരൂപത്തിൽ എനിക്ക് പ്രാപ്തമാകുന്നു.
സർവപ്രാപ്തി സ്വരൂപമായി സമ്പന്ന അവസ്ഥയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഞാൻ മാസ്റ്റർ സുഖദാതാവും ശാന്തിദാതാവും ആകുന്നു. ഈ അവസ്ഥയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് സാകാര ലോകത്തിലേക്ക് സുഖത്തിൻ്റെയും ശാന്തിയുടെയും പ്രകാശ കിരണങ്ങൾ വ്യാപിപ്പിക്കുന്നു.